ഇന്ന് കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രമാണ്. സർപ്പപ്രീതിക്ക് അല്ലെങ്കിൽ സർപ്പ ആരാധനയിൽ അതിപ്രധാന ദിവസമാണ് കന്നിയിൽ ആയില്യം. എല്ലാ മാസത്തിലും ആയില്യം പ്രധാനമാണെങ്കിലും കന്നിയിൽ ആയില്യം അതിപ്രധാനമായ ആയില്യമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗംഗ. ഞാനിവിടെ പറയണത് നാഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാന പൂജ ആയില്യപൂജയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ അതിപ്രധാനമായ പൂജയാണ് ആയില്യപൂജ കന്നിമാസത്തിലെ. അപ്പൊ ആയില്യം നാളില് ഒരു പ്രത്യേകത എന്താണെങ്കിൽ മഹാവിഷ്ണു ആദിശേഷന്റെ അപേക്ഷ പ്രകാരമാണ് അഗ്നിയിൽ വെന്ത നാഗങ്ങൾക്ക് ഇളനീരിൽ മഞ്ഞൾ മുക്കി കലക്കി കവുങ്ങിന്റെ പൂക്കുല കൊണ്ടാണ് മഹാവിഷ്ണു ഇതിനെ തെളിച്ച് എന്ന് പറയുന്നുണ്ട്. അതിനൊരു തക്കതായ കാരണമുണ്ട്. ആ നാഗങ്ങളുടെ ശരീരമൊക്കെ വെന്തു പോയപ്പോഴാണ് മഹാവിഷ്ണു ഇങ്ങനൊരു ഔഷധം ഉണ്ടാക്കിയിട്ട് തെളിക്കണത്. അത് പരിഷത്ത് രാജാവിനെ തക്ഷകൻ കൊന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ തക്ഷകന്റെ മകനായ ജനമേയ രാജാവിന് വലിയ ഒരു കോപം വന്നിട്ട് ഒരു യജ്ഞം നടത്താൻ ആരംഭിച്ചത്. ഈ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് അഗ്നിയിലേക്ക് സമർപ്പിച്ചതെല്ലാം സർപ്പങ്ങളെയാണ്. ഈ സർപ്പങ്ങളെ സമർപ്പിക്കുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം ആദിശേഷൻ പോയിട്ട് മഹാവിഷ്ണുവിനോട് പറയുകയാണ് രക്ഷിക്കണമെന്ന്. ദേവകളെല്ലാം കൂടിയിട്ട് ഈ യജ്ഞം മുടക്കുകയും മഹാവിഷ്ണു ഇങ്ങനെ ഇളനീരിൽ മഞ്ഞൾ കൊണ്ട് ഒരു ഔഷധം ഉണ്ടാക്കിയിട്ട് അവരെ തെളിക്കുകയും ചെയ്ത ദിവസമാണ് ആയില്യം നാളിലാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവരെ കുറേ നാഗങ്ങളെല്ലാം വെണ്ണീറായിപ്പോയി, വെന്ത് വെണ്ണീറായിപ്പോയി. കുറെ നാഗങ്ങളെല്ലാം പൊള്ളലേറ്റുപോയി. ഈ പൊള്ളലേറ്റ നാഗങ്ങളെയാണ് മഹാവിഷ്ണു രക്ഷിച്ചത്. നാഗങ്ങൾ എന്നത് പറയുമ്പോൾ രണ്ട് തരം നാഗങ്ങളാണുള്ളത്. അതായത് വൈഷ്ണവാംശം, ശൈവാംശം. അപ്പൊ വസുകി ശൈവാംശവും ആദിശേഷൻ എന്ന അനന്തൻ വൈഷ്ണവാംശമാണ്. ഈ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രപ്രസാദികളാണ് നമ്മളുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണുന്ന നാഗദേവതകള്. വിശ്വാസത്തോടെ പൂജിച്ചാലോ അവർ സർവ്വ ഐശ്വര്യങ്ങളും എത്ര വലിയ ദുരിതങ്ങളും അകലുകയും ചെയ്യുന്നതാണ് ഈ സർപ്പാരാധന കൊണ്ട്. നമ്മൾക്ക് കാണപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് സർപ്പങ്ങളും സൂര്യനും ആണുള്ളത്. സൂര്യനെ സൂര്യനില്ലെങ്കിൽ നമ്മൾക്ക് ഭൂമിയിൽ പ്രകാശമില്ല, നമ്മളുടെ ജീവജാലങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിന് ഹൈന്ദവാചാര പ്രകാരം സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ സന്താനവും സൗഭാഗ്യവും സമൃദ്ധിയും സമ്പത്തും രോഗശാന്തിയും, അതായത് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ പ്രധാന ഈ ത്വക്ക് രോഗങ്ങൾ, ചില ആൾക്കാർക്ക് വെള്ളപ്പാണ്ടൊക്കെ സർപ്പശാപം എന്ന് ഒരു ഹൈന്ദവ ആചാരമുണ്ട്. ഇതെല്ലാം ഞാൻ അന്ധവിശ്വാസം നിങ്ങളെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കണതല്ല. നമ്മളുടെ കാലാകാലങ്ങളായിട്ട് നമ്മൾ ആചരിച്ചു വന്നിരുന്ന ചില ഒന്നാണ് ഈ ശരീരത്തിലുണ്ടാവുന്ന പാട്, കല, ത്വക്ക് രോഗങ്ങളെല്ലാം സർപ്പകോപം കൊണ്ടാണ് എന്നും സർപ്പപ്രീതി വന്നു കഴിഞ്ഞാൽ സന്താനങ്ങളും സൗഭാഗ്യങ്ങളും മനസമാധാനം, പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, ഇതെല്ലാം ഇല്ലാതാവും എന്നുള്ളതെല്ലാം സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാം ധരിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. പൊതുവെ സർപ്പങ്ങള് നാഗങ്ങളുമുണ്ട്. സർപ്പങ്ങൾ ഭയങ്കര കോപമുള്ളവരാണെങ്കിൽ നാഗം കോപമില്ല എന്നാണ് പറയുന്നത്. ഈ നാഗങ്ങള് പാതാളത്തിലാണ്. അവർ സ്ഥിരവാസികളാണ്. അവരവിടെ നിന്ന് എവിടേക്കും വ്യതിചലിക്കുന്നില്ല. പക്ഷേ സർപ്പങ്ങള് ചലനാത്മകമായിട്ടുള്ളവരാണ്. അവരൊരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവർ സഞ്ചരിക്കുന്നവരാണ്. അപ്പോ നാഗങ്ങൾക്ക് വിഷമില്ലെന്നും സർപ്പങ്ങൾക്ക് വിഷം ഉണ്ട് എന്നുമാണ് ഐതിഹ്യം, അല്ലെങ്കിൽ അതാണ് സത്യം. അപ്പോ നമ്മൾ നാഗങ്ങള് അവരിനെ ഉപദ്രവിക്കാൻ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് അവർ നമ്മളെ ഉപദ്രവിക്കണുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വേദന ആയാൽ മാത്രമാണ് അവർ നമ്മളെ ഉപദ്രവിക്കണുള്ളൂ. പിന്നെ നമുക്ക് അകാലത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കാലക്കേട് കൊണ്ട് മാത്രമാണ് ഈ സർപ്പങ്ങൾ നമ്മളെ വന്ന് ഇങ്ങോട്ട് ഉപദ്രവിക്കുക. ഒരു കാര്യമില്ലാതെ സർപ്പം വന്ന് നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കണത് നമുക്ക് അകാല മരണം, അല്ലെങ്കിൽ സർപ്പകോപം, അല്ലെങ്കിൽ കാലക്കേട് ഇതിനെ പറയാം. കാരണം തക്ഷകൻ, അത് നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ കേട്ടിട്ടുണ്ട്.
അയാൾ അവസാനം വരില്ല, സർപ്പത്തിന് വരാൻ പറ്റാത്ത രീതിയിൽ പോയി ഇരുന്നിട്ട് പോലും ഒരു പഴത്തില്, അതായത് ഒരു ഫലവർഗത്തില് ഒരു പുഴുവിന്റെ രൂപത്തില് പോലും തക്ഷകൻ ചെന്നു എന്നും നമ്മുടെ പരീക്ഷത്ത് രാജാവ് മരിച്ചു എന്നും നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ സർപ്പങ്ങൾക്ക് കോപം വന്നു കഴിഞ്ഞാല് അവര് നമ്മളേനെ, അതായത് കാലക്കേട് കൊണ്ട് സർപ്പശാപം കൊണ്ടെല്ലാം ആ കോപം മൂലമുണ്ടെങ്കിൽ നമ്മൾക്ക് അത് നിശ്ചയമായിട്ടും വന്നു ചേരും എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ നമ്മള് അതിന് നമുക്ക് മരണം പല വിധത്തില് ജനിക്കുമ്പോൾ തന്നെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മളായിട്ട് എങ്ങനെ തടുക്കാൻ നോക്കിയാലും നമുക്ക് അത് സാധ്യമുള്ള കാര്യമില്ല. ജനനം മരണം നമ്മളുടെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. അപ്പൊ കാണപ്പെടുന്ന ദൈവം സർപ്പങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ അവരിനെ മാത്രമാണ് കണ്ടിട്ട് ആരാധിക്കണത്. കേരളത്തിലുടനീളം നമുക്ക് തെക്ക് മുതൽ വടക്കൻ ജില്ല വരെ കേരളത്തിലുടനീളം സർപ്പക്കാവുകൾ ധാരാളം ഉണ്ടായിരുന്നു. പലതും വെട്ടി നശിപ്പിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സർപ്പക്കാവുകളിലൊക്കെ നായർ കുടുംബങ്ങളിൽ എല്ലാം കൂടുതൽ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം വെട്ടി നശിപ്പിക്കപ്പെട്ടു. പൂർവികരായിട്ട് കൊണ്ടുവച്ച് ആരാധിച്ചിരുന്ന ഈ സർപ്പങ്ങളെയും സർപ്പ വിഗ്രഹങ്ങളെയും നഷ്ടപ്പെടുകയും നശിപ്പിക്കുകയും ചെയ്ത ഒട്ടേറെ സർപ്പക്കാവുകൾ നമ്മളുടെ അന്യം നിന്ന് പോയതിലുണ്ട്. രേഖകൾ പരിശോധിച്ചാൽ, ചരിത്രങ്ങൾ പഠിച്ചാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം നമ്മളാണ് നാഗങ്ങളുടെ ഭൂമി കയ്യേറിയിട്ട് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ വിപുലമായപ്പോൾ നമ്മൾ അവരുടെ കാവെല്ലാം കയ്യേറി നമ്മൾ അവിടെ വീട് വെച്ചു തുടങ്ങി. ഇവർക്ക് ഇരിപ്പിടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണ്. അപ്പൊ പലവർക്കും സർപ്പകോപം സർപ്പശാപം എല്ലാം അവരുടെ സന്തതി പരമ്പരകൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, നാഗാരാധനയുടെ അതിപ്രധാനമുള്ള സ്ഥലമാണ് കേരളം. അതിൽ അതിപ്രധാനമായ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ വെട്ടിക്കോട്, മണ്ണാറശാല, പാമ്പുമേക്കാട്, വാതിരിക്കുന്ന്, ഇതൊക്കെ സർപ്പാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളാണ്. അപ്പൊ സർപ്പപ്രീതി നടത്തുന്ന പൂജ എന്ന് പറയുന്നതാണ് സർപ്പബലി. അപ്പൊ നമ്മളുടെ സന്താനങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാവാനും നമുക്ക് മനസ്സുഖം ഉണ്ടാവാനും സമ്പത്ത് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാവാനും മിക്കവാറും കുടുംബങ്ങളിലെല്ലാം അല്ലെങ്കിൽ സർപ്പപ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കളങ്ങള്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പൂജകളെല്ലാം ഒരുവിധം ഹൈന്ദവന്റെ തറവാടുകളിൽ ഇപ്പോഴും നടക്കണ കാര്യമാണ്. അതുപോലെ തന്നെ സർപ്പം പാട്ട്, കളം പാട്ട്, അങ്ങനെ പല രീതിയിലും ഇപ്പോഴും നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്ന കാര്യമാണ്. അപ്പൊ സർപ്പപ്രീതി എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട്, സന്താന സൗഭാഗ്യത്തിനും മനസുഖത്തിനും എല്ലാം വേണ്ടിയിട്ട് നമ്മൾ ആചരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക. ശ്ലോകം ഞാനിവിടെ ചെല്ലാം. ഇത് നിത്യം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ശാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനവും രോഗശാന്തിയും, അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങൾക്കെല്ലാം സൗഭാഗ്യവും സമൃദ്ധിയും സമ്പത്തും വന്നു ചേരാനും ഐശ്വര്യം വന്നു ചേരാനും ഇതിനൊരു കാരണം, ഒരു സൗഭാഗ്യമാണ്. നിങ്ങൾക്ക് അത് നിത്യം ജപിക്കാൻ പറ്റുമെങ്കിൽ ആ ശ്ലോകം ഇതാണ്: അനന്തം വാസുകിം ശേഷം പത്മനാഭം ച കമ്പളം ശംഖപാലം ധാർത്തരാഷ്ട്രം തക്ഷകം കാളിയം തഥ. ഇത് നിങ്ങൾ 2 നേരം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുകയും, അതുപോലെ തന്നെ ഇതിലെല്ലാം ഉണ്ട്, വൈഷ്ണവമുണ്ട്, ശൈവമുണ്ട്, അഷ്ടനാഗങ്ങളും ഈ ഒരു ശ്ലോകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്വക്ക് രോഗമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ട് ആ മഞ്ഞപ്പൊടിയിൽ ഈ പറയുന്ന ഒരു ശ്ലോകം ജപിച്ചിട്ട് കൈ വെച്ചിട്ട് ജപിച്ചിട്ട്, വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ കൈ തന്നെ വെച്ച് നിങ്ങളത് ജപിച്ചിട്ട് പരമാവധി ആദ്യം ഈ ശ്ലോകമൊക്കെ ജപിച്ച് സിദ്ധി വരുത്തുക. 108 തവണ ജപിച്ച് സിദ്ധി വരുത്തിയതിന് ശേഷം ഈ ശ്ലോകം ജപിച്ചിട്ട് നിങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടി ജപിച്ച് വെക്കുക. ആ മഞ്ഞപ്പൊടി വെച്ചിട്ട് നിങ്ങൾ എന്നും കുളിക്കുമ്പോൾ നിങ്ങളത് മേല് തേച്ചിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ത്വക്ക് രോഗത്തിൽ നിന്നൊരു ശാന്തി കിട്ടും കേട്ടോ. അതുകൂടാതെ നിങ്ങൾ സമ്പത്ത് വർദ്ധിക്കാനും
നിങ്ങൾക്ക് സന്താനങ്ങൾക്ക് ആരോഗ്യം, ആയുസ്സും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ശ്ലോകം നിങ്ങൾ അമ്മമാരാണെങ്കിൽ പ്രത്യേകിച്ചും ശരീരം ശുദ്ധിയുള്ള സമയത്ത് രാവിലെയും വൈകുന്നേരം ജപിക്കുക. മത്സ്യമാംസാദികൾ കഴിക്കാതെ വേണം ഈ ശ്ലോകം ജപിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് നിങ്ങൾക്ക് ജപിക്കാം. രാവിലെ കുളി കഴിഞ്ഞിട്ട് മത്സ്യമാംസാദികൾ കഴിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ജപിക്കാം. ഇതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, ഭയക്കേണ്ട കാര്യമില്ല. അത് നല്ലതും നിങ്ങൾക്ക് സമൃദ്ധി വരുന്നതുമായ കാര്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും എൻ്റെ നല്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതിന് ഓൾ എന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക.